ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ മുസ്ലിം ലീഗിന്റെ MLA മാർ ഓട് വിളിച്ചിറങ്ങി വന്നവരല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ചരിത്രത്തിലെ ഏറ്റവും ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്തിയ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അവരുടെ MLA മാരാണ്. അവർ UDF എന്ന മുന്നണിയുടെ ഭാഗമാണ്. അവരുടെ വിദ്യാഭ്യാസ വകുപ്പ് ആർക്ക് എടുക്കണം, ആർക്ക് കൊടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം റെജി ലൂക്കോസ്? അവരെ ഈ പറയുന്ന ലീഗിനെ ചൊല്ലി അപമാനിക്കാൻ കെ സുരേന്ദ്രൻ എന്താണ് അവകാശം റെജി ലൂക്കോസ്? നിങ്ങളുടെ ഉദ്ദേശം ഒരുതരം ദുഷ്ടലക്ഷ്യമല്ലേ റെജി ലൂക്കോസ്? അല്ല, നിങ്ങൾ ആഷ്മി ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു വർഗീയ പാർട്ടിയായിട്ട് നിങ്ങൾ ചാപ്പ കുത്തി. അതാണ് നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 3 മാസം മാത്രം മുമ്പ് എടുത്താൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യം വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുകയും ന്യൂനപക്ഷ വർഗീയതയും തരം പോലെ എന്താ പറയുക ഭൂരിപക്ഷ വർഗീയതയും കളിച്ച് കേരളത്തിലെ ജനങ്ങളെ വർഗീയപരമായിട്ട് ഭിന്നിപ്പിക്കാനായിട്ട് കഠിന ശ്രമം നടത്തിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ 4 മാസം മുമ്പ് അതിൻ്റെ ഭാഗമായിരുന്നു. സംശയം എന്താ കാര്യത്തിൽ 14.5 വർഷം ഞാൻ ചാനൽ ചർച്ച പങ്കെടുത്ത അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രിജി വക്കലോട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഞാൻ മറച്ചു വെക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിൻവലിയാനുള്ള കാരണം എന്നുള്ളവർ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. എനിക്ക് സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായിട്ട് ആ പാർട്ടിയിൽ വന്നിരിക്കുന്ന അപജയങ്ങൾ, ആ പാർട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലായ്മ, തൂണും ചാരി നിന്നവനെ എല്ലാം വലിയ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുക. ഇപ്പം ഞാനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. OK വാസു എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്, ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ്. അയാൾ ആരായിരുന്നറിയോ? CPM-ലെ ആണ്ട് 6-7 സഖാക്കളെ കൊന്ന കേസിലെ പ്രതിയാണ്. അയാൾ ഇങ്ങോട്ടൊന്ന് വാതിൽ വന്ന് കയറി വന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടിരുത്തി. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന വിദ്വാനാരാ? കോൺഗ്രസിന്റെ ആളാണ്. ശരി, നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞാണ്. എന്റെ ചോദ്യം അതല്ലേ, ഇപ്പൊ താങ്കൾ എന്താണ് BJP-യുടെ പ്രതിനിധിയാണ്. എന്താണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ആരെടുക്കണം എന്ന് പറയാൻ BJP-ക്ക് അതിലുള്ള അവകാശം എന്താണ്? എന്തിനാണ് നിങ്ങൾ അതിൽ കയറി അള്ളാൻ പോകുന്നത് ശ്രീ റെജി ലൂക്കോസ്? ദുഷ്ടലക്ഷ്യം അല്ലെങ്കിൽ വർഗീയ ലക്ഷ്യം അല്ലെങ്കിൽ? ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഏത് കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകത അത്. അതുകൊണ്ട് അത് പറയുന്നതെന്താ മടിക്കുന്ന കാര്യങ്ങൾ? ലീഗ് വിദ്യാഭ്യാസം ചർച്ചയിൽ നോക്കിയാൽ പോരെ? ആശ്മി, നിങ്ങൾ അവർക്കൊക്കെ ഒത്തിരി സമയം കൊടുത്തില്ലേ? എനിക്കൂടെ അല്പം സംസാരിക്കാൻ പറയൂ. നിങ്ങൾ മുരളീധരനോട് തെറ്റായിട്ട് ഉദ്ധരിച്ചിരുന്നു. കുറച്ച് മാധ്യമങ്ങൾ അത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ആ ലൈവായിട്ട് ആ ചാനലിലെ ആ പരിപാടി കണ്ട ഒരാളാണ്. താങ്കൾ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ആളായിട്ടും നിയമസഭ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവരുടെയും ആളായിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. അത് കൂടാതെ കണ്ട് മുഴുവൻ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഒരു വാക്യം മാത്രം അടർത്തിയെടുത്തിക്കൊണ്ട് മുന്നോക്കക്കാരുടെ മാത്രം നേതാവാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നിങ്ങളോട് ചിത്രീകരിച്ചു. എനിക്കത് ഭയങ്കര വിഷമം തോന്നുന്നു. നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ ഏത് രീതിയിലും BJP-നെ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഒരു ഹരമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പ്രിജി വക്കീൽ പറഞ്ഞതിന് കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ പറയാനുള്ള സമയം കിട്ടണം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം എത്രയോ വർഷക്കാലം ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ്. 14 വർഷക്കാലം ഞാൻ വാദിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരു ചർച്ചയിൽ എവിടെ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ആ മനുഷ്യനെ വേട്ടയാടിയിരിക്കുന്ന മുമ്പാ. ഇനി ആഷ്മിയിലേക്ക് വരാം. ആഷ്മി ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ആഷ്മിയെ ഹീനമായിട്ട് ഒരു മാധ്യമങ്ങളിൽ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടിയത്. ആഷ്മിക്ക് ഒരു തരത്തിലും യോജിക്കാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളിലൂടെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഈ സൈബർ സഖാക്കൾ നിങ്ങളെ അപമാനിച്ച ഒരിക്കൽ എന്നോട് നേരിട്ട് വിഷമത്തോടുകൂടി ആഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയോ? അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഇത്തവണ വന്നിരിക്കുന്ന ഒരു വിധി എന്ന് പറയുന്നത് പിണറായി വിരോധം കൊണ്ട് മാത്രമല്ല, കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രവർത്തിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളുടെയും സംസ്കാരത്തെയും വിവേകത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ AKI സെന്ററിലെ സൈബർ ഗുണ്ടകൾ ഈ പറയുന്ന ഇവരെ വിമർശിക്കുന്നവരെ എല്ലാവരുടെയും പോസ്റ്റിന് കീഴിൽ വന്ന് ഇവർ നടത്തിയ പദപ്രയോഗങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഹീനമായ വാക്കുകളാണ്. ഒറ്റ ഉദാഹരണം പറയാനുള്ള അവസരം തരണം. മഹാനായ നടൻ മമ്മൂട്ടി അതൊരു PR വർക്കിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം മുണ്ടക്കൈ ചൂരമലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്ത നിർമ്മിച്ച് പൂർത്തീകരിക്കാതെ കബളിപ്പിച്ച ആ വീടിൻ്റെ അവിടെ പോയി കണ്ടപ്പോൾ അദ്ദേഹം വാഹനത്തിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സർക്കാർ പണിതല്ല, ഇത് ജനങ്ങളുടെ പണം കൊണ്ട് പണിതാണ്, ജനങ്ങളാണ് ഇതിന്റെ നിർമ്മാതാക്കളെന്ന് പറഞ്ഞു. കൂടാതെ അവിടുത്തെ DC സെക്രട്ടറിയുടെ കാര്യവും പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ, മനുഷ്യനെ അതൊക്കെ ആയിക്കോട്ടെ. എന്റെ ചോദ്യത്തിനപ്പോൾ താങ്കൾ മറുപടി പറയുന്നില്ല. അല്ലല്ല, ഞാൻ പറയട്ടെ, എന്റെ ചോദ്യത്തിനപ്പോൾ താങ്കൾ മറുപടി പറയുന്നില്ല. ലീഗ് എന്ന് പറഞ്ഞ UDF-ലെ പ്രമുഖമായ ഘടകകക്ഷിക്ക് ഏത് വകുപ്പ് കൊടുക്കണം കൊടുക്കണ്ട എന്ന് ആ പാർട്ടി തീരുമാനിക്കട്ടെ, ആ മുന്നണി തീരുമാനിക്കട്ടെ. അതിൽ കയറി നിങ്ങൾ നിലപാട് പറയുന്നതിന്റെ പിന്നിൽ ദുഷ്ടലക്ഷ്യമുണ്ട് റെജി ലൂക്കോസ്. അത് കേരളത്തിന് ചേർന്ന ലക്ഷ്യമല്ല. അല്ല കാശ്മീർ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പാർട്ടിയുടെ തന്നെ 2ാം തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന മാത്യു കുഴൽനാടൻ എത്ര പുച്ഛമായിട്ടാണ് ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത്.
അവരുടെയും കൂടെ വോട്ട് നേടിക്കൊണ്ട് മൂവാറ്റുപുഴയിലെ വോട്ടർമാരുടെ വോട്ട് നേടിക്കൊണ്ട് 10,45,000 വോട്ടിന് ഇപ്പോൾ ജയിച്ചു വന്ന ഈ പറയുന്ന കുഴൽനാടിൽ നിന്ന് പ്രയോഗിച്ച് ബാക്കിയുടെ കൂടുതൽ സംസാരിക്കേണ്ട. എന്താ കാരണം? ആ ഹുങ്ക് എന്താ? മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള തെളിവാണ് അയാളുടെ വായിൽ നിന്ന് പുറത്തു വന്നത്. എത്ര ഹീനമായ രീതിയിലുള്ള ആക്ഷേപ. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതല്ലേ യഥാർത്ഥം. ഞങ്ങൾ പുറത്തുനിന്നുള്ളൊരു രാഷ്ട്രീയ കക്ഷിയാണ്. ഞങ്ങൾക്ക് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം ഞങ്ങൾ പറയും. ഞങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ അതെടുത്ത് ആ ചോദ്യം എന്നോട് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞതിനകത്ത് വളരെ ഗൗരവമുള്ളതുകൊണ്ട് നാളെ വരാൻ പോകുന്നില്ല. നാളെ അടുത്ത ദിവസവും പിന്നെ എന്താണ് ലീഗ് വിദ്യാഭ്യാസം ഭരിച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? എന്താണ് കേരളത്തിന്റെ എന്താ ആകാശം ഒടിഞ്ഞു വീഴുവോ? എന്താണ് പ്രശ്നം? അല്ല, ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാതെ കൊണ്ട് മറ്റാരെങ്കിലും അത് എടുക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വാക്കിനകത്ത് തന്നെ അത് പ്രകടമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന ഒരാൾ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനകത്തൊരു എതിർപ്പൊന്നുമില്ല. ഞാൻ ലീഗിനെ അന്ധമായിട്ട് വിമർശിക്കുന്ന ഒരാളുമല്ല. PK കുഞ്ഞാലിക്കുട്ടിയുള്ള നേതാക്കന്മാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് അന്നും എന്നും. അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞ മന്ത്രി, അതേ ഈ മുൻ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്താണ്? KM ഷാജി പറഞ്ഞ വാക്കുകൾ എന്താണ്? ഞങ്ങൾക്ക് 10 വർഷം നഷ്ടപ്പെട്ട ഞങ്ങളുടെ അവസരം ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി പ്രയോഗിക്കണം. മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം BJPക്ക് ഉണ്ട്. ഞങ്ങളത് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് എന്താ BJP വരെ പറയുമ്പോൾ ഇത്ര കൊള്ളുന്നത്? സുവേന്ദു അധികാരി എന്ന് പറയുന്ന നിങ്ങളുടെ ബംഗാളിലെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ഭരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. ബാക്കി എനിക്ക് വോട്ട് തരാത്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു എന്നാണ് പറയുന്നത്. പച്ചവർഗീയത പരമത വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ നമ്മുടെ ലൂക്കോസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.